CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ KK രാഗേഷ് നയിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതോടെയാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. M പ്രകാശൻ, TV രാജേഷ് ഉൾപ്പെടെ പല പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമായി. പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കൂടിയാണ് KK രാഗേഷ്. ഇതോടെ കണ്ണൂരിലെ പാർട്ടി തലപ്പത്തുണ്ടായത് തലമുറ മാറ്റം. പിണറായി വിജയൻ മുതൽ താരതമ്യേന മുതിർന്ന നേതാക്കൾ കൈകാര്യം ചെയ്തിരുന്ന സ്ഥാനത്താണ് KK രാഗേഷിന് ഊഴം ലഭിച്ചത്. കണ്ണൂർ CPIM-ന്റെ 14ാം ജില്ലാ സെക്രട്ടറിയാണ് KK രാഗേഷ്. ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു ചുമതലയാണ് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. സംസ്ഥാന നേതൃത്വം എല്ലാവരുമായി കൂടിയാലോചിച്ച് കൂട്ടായി ആ ചുമതല നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത്. MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതോടെയാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ നിശ്ചയിച്ചത്. 12-അംഗ ജില്ലാ സെക്രട്ടേറിയറ്റും തിരഞ്ഞെടുത്തു. ആലക്കോട് മുൻ ഏരിയ സെക്രട്ടറി M കരുണാകരനാണ് പുതുതായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടത്. MV ജയരാജൻ ഇവിടെ നിന്ന് ഒഴിവാവുകയും പുതിയ ജില്ലാ സെക്രട്ടറിയെ കൂടി ഇവിടെ തീരുമാനിക്കേണ്ടിയിരുന്നു. KK രാഗേഷാണ് പുതിയ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. SFI അഖിലേന്ത്യാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച KK രാഗേഷ് നിലവിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. 2021 രാജ്യസഭാംഗത്വ കാലാവധി അവസാനിച്ചതോടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചുമതലയിലേക്ക് രാഗേഷ് എത്തിയത്. 24 കണ്ണൂർ.